വേണ്ടിയിട്ടാണ് ഈ ഡിബേറ്റ് നടന്നത്. വളരെ കൃത്യമായി പുസ്തകങ്ങളിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ ഈ ചർച്ചയിൽ ശ്രദ്ധിക്കണമെന്ന് വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കാരണം ഏഷ്യാനെറ്റിൽ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞ ദിവസം അതിന്റെ വ്യൂ പരസ്യം ഞാൻ കാണുകയുണ്ടായി. ഞാനെല്ലാം പലരും കാണുകയുണ്ടായി. രഞ്ജിനി ഹരിദാസിനെ പോലെ വളരെ മോശപ്പെട്ട മലയാള ഭാഷയെ കൈകാര്യം ചെയ്യുന്ന, മലയാളത്തെ അപമാനിക്കുന്ന ഒരു പറ്റം സ്ത്രീകളും അതിന് നടുവിൽ കേരളത്തിൽ പീഡന കേസിൽ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പീഡിപ്പിക്കപ്പെടുകയല്ല, സ്വന്തം ഭാര്യയുടെ മറ്റൊരു കാമുകിയുടെ അടുത്ത് പോയതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അടിപൊളിച്ച കേരളത്തിന്റെ ഒരു മന്ത്രിയായി പുറത്തുപോയ ഗണേഷ് കുമാർ എന്ന് പറയുന്ന സിനിമാ നടൻ ഒരു ചർച്ചയിൽ പങ്കെടുത്തു. കേരളത്തിന്റെ വിദ്യാഭ്യാസം ആ പോലുള്ള ചർച്ചയല്ല ഇത്. നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികളല്ല, നിങ്ങൾ നാളെയുടെ ഒരു സമൂഹത്തെ നയിക്കാൻ പോകുന്ന അധ്യാപകർമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നേതൃത്വപരമായി എടുക്കുക മാത്രമാണെങ്കിൽ ഈ ചർച്ചയിൽ കേൾക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാം. ഇത് ജിജിനാണ് പറയുന്നത്, ജിജു മുമ്പിലാണ് പറയുന്നത്. അല്ലാതെ പുറത്തു പോകാം. പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്റെ സ്വഭാവം വളരെ നന്നായി രേണു ടീച്ചർക്ക് അറിയാം. ഞാൻ തമാശക്ക് പറയുകയല്ല, മഞ്ജുവിനറിയാം എന്റെ സ്വഭാവം എന്താണ്. അർച്ചനയ്ക്കറിയാം, ശശിമാറിനറിയാം, പ്രമോദറിനറിയാം. മലയാളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള, അവിടുത്തെ മലയാളത്തിലെ ടീച്ചറായിട്ടുള്ള, എനിക്ക് പേരറിയില്ല, ടീച്ചർ ഓമന ടീച്ചർക്ക് അറിയാം എന്റെ സ്വഭാവം എന്താണ്. അപ്പോ വളരെ കൃത്യമായി ഞാൻ പറയാണ്, ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യുന്ന സമയം വരെ ചർച്ചയിൽ ശ്രദ്ധിക്കാതെ നിങ്ങൾ പുസ്തകങ്ങൾ തുറന്നു നോക്കുകയാണെങ്കിൽ ഈ ചർച്ചയിൽ നിന്ന് പുറത്തു പോകാം. അതുവരെ ഇവിടെ ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം വളരെ വ്യക്തമായി അറിയാം. ഞാൻ നിങ്ങൾ പുതിയ വൃന്ദത്തിന് വേണ്ടിയിട്ട് ജനിക്കാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുക്കാൻ പോകുന്ന അധ്യാപകനാണ്. ഇന്നൊരു അധ്യാപകനെ കൊന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു അധ്യാപകനെ കൊന്നത് റാങ്ക് ചെയ്തതിൽ വളരെയേറെ പ്രതിഷേധമുള്ള, നിലയ്ക്കാത്ത ശബ്ദമായി പ്രതിഷേധമുള്ള ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. ഞാൻ വൈകാരികൻ ആവുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ മഞ്ജു ടീച്ചർ പറയുമ്പോൾ വൈകാരിക, എനിക്ക് എനിക്ക് മലയാളം അറിയും, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മലയാള ഭാഷയിൽ പഠിക്കുമെന്ന് ആഗസ്റ്റ് 15-ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പ്ലസ് 1 പഠിക്കുന്ന തമാശക്ക് ഞാൻ ചിരി പറയുകയില്ല, എനിക്ക് പറയേണ്ട കാര്യമില്ല. അപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചർച്ചയാണ് കൃത്യസമയത്ത് ഞാൻ ചർച്ച തുടങ്ങി. അപ്പോ കേരളത്തിലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഓപ്പോസ് ചെയ്യുന്ന, കേരളത്തിലെ വിദ്യാഭ്യാസം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സജീവം സംസാരിക്കും. കേരളത്തിലെ ഇപ്പോൾ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് ഞാൻ ചെയർ ഇങ്ങോട്ടിട്ടോ. അവിടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആ ചെയർ മോഡറേറ്റ് ചെയർ സൈഡിലേക്ക് ഉണ്ടാവും. ജിജിനെ അന്റെ ചെയർ നീല ചെയർ അനക്കിരിക്കാൻ ഇപ്പോൾ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൂർണ്ണമായും വ്യക്തിപരമായി ഞാൻ അനുഭവിക്കുന്നില്ല. പക്ഷെ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിംഗ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ചില കാര്യങ്ങൾ, ഇപ്പോഴത്തെ ടീച്ചിങ് മെത്തേഡ്, അതിനോട് എനിക്ക് യാതൊരുവിധ എതിർപ്പുമില്ല. 100% ഞാൻ യോജിക്കുന്നു. കൺസ്ട്രക്റ്റിവിസം എന്നുള്ള മെത്തേഡ് അത് കുട്ടികൾക്ക് പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യം തന്നെയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികളാണ് അതിൽ പഠിക്കുന്നത്. അപ്പൊ അതിന് ഒരു നേതൃത്വം നൽകുക എന്നുള്ളത് മാത്രമാണ്, ഒരു സപ്പോർട്ടർ മാത്രമാണ് ഈ രീതിയിൽ ടീച്ചർ, ഈ ഒരു മെത്തേഡിൽ ടീച്ചറുടെ സ്ഥാനം എന്ന് പറയുന്നത്. ആ ഒരു രീതിയോട് ഞാൻ അനുകൂലിക്കുന്നു. പക്ഷെ അതിന് വേണ്ട സാഹചര്യങ്ങളും മറ്റും ഇവിടെ ഉണ്ടായിരിക്കണം. ഇപ്പൊ സിലബസിൽ ഒരുപാട് സിലബസ് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും കൺസ്ട്രക്റ്റിവിസത്തിൽ അത് മുഴുവൻ എടുത്ത് തീരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമ്പ്രദായത്തിൽ നമുക്കത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സിലബസ് ഒക്കെ കുറച്ച് കൊണ്ടുവന്ന് ആവശ്യമുള്ളത് മാത്രം കുട്ടികളിലേക്ക് എത്തിക്കേണ്ട ഒരു രീതി നിലവിൽ വരണം. അപ്പോൾ ഈ കൺസ്ട്രക്റ്റിവിസം എന്നുള്ള മെത്തേഡിനോട് ഞാൻ യോജിക്കുന്നു. പിന്നെ ഈ
സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ പോളിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതിന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല. അതിൽ വരുന്ന ഒരു കാര്യത്തെ കൺസ്ട്രക്റ്റിവിസം ബാക്കിയുള്ള ഒപ്പോസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയില്ല. അത് ഞാനും അതിനെ ഒപ്പോസ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ അനുകൂലിക്കുന്ന ഒരു കാര്യം ഇത് മാത്രമാണ്. അത് നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. കൺസ്ട്രക്റ്റിവിസം, ജ്ഞാന നിർമ്മിതിവാദം വളരെ നല്ല ഒരു സമ്പ്രദായമാണ്. അത് നടപ്പിലാക്കുന്ന രീതിയിലാണ് തന്റെ അഭിപ്രായം എന്ന് പറഞ്ഞത്. ഞാൻ അതിന് 2 മിനിറ്റ് ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം. ഏത് കാര്യമാണ് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്ന രതീഷ് പായസം ഉണ്ടാക്കിയാൽ നന്നായിട്ടുണ്ടാവും, ഞാൻ പായസം ഉണ്ടാക്കിയാൽ മറ്റൊരു തരത്തിലായിരിക്കും, വിളിച്ചെത്തി പായസം ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് വ്യത്യാസമായിരിക്കും, പിന്നെ പായസം ഉണ്ടാക്കിയാൽ അത് മറ്റൊരു തരത്തിലായിരിക്കും, മജീദ് പായസം ഉണ്ടാക്കിയാൽ മറ്റൊരു തരത്തിലായിരിക്കും. നടപ്പിലാക്കുന്ന രീതിയിലാണ് വ്യത്യാസം. കേരളത്തിൽ നടപ്പിലാക്കിയുള്ള വിദ്യാഭ്യാസ നയങ്ങളൊക്കെ എവിടെ എത്താതെ പോയിട്ടാണുള്ളത്. അത് നമുക്ക് ആദ്യം മുതൽ പരിശോധിച്ചാൽ തന്നെ അറിയാം. പണ്ട് കാലങ്ങളിൽ ഗുരുകുല സമ്പ്രദായമായിരുന്നു. അതൊന്നും മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അതിൽ അധികമുള്ള ഭാഗങ്ങളിലും വ്യത്യാസങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. കൺസ്ട്രക്റ്റിസം മോഡലാണെന്ന് സജീറ പറഞ്ഞു. ശരിയാണ്, കൺസ്ട്രക്റ്റിസം മോഡലിലാണ് ക്ലാസ് എടുക്കേണ്ടത് നയം വന്നിട്ടുണ്ട്. നമ്മളിൽ പലരും തന്നെ, ഞാൻ ഉൾപ്പെടെ തന്നെ കൺസ്ട്രക്റ്റിസം മോഡൽ എത്രത്തോളം ക്ലാസ് എടുക്കണമെന്ന് എനിക്കറിയാം. ഈ ഇതിലുള്ളവർ അതിലുള്ളവർ അങ്ങനെ വെക്കില്ല. നമുക്ക് ക്ലാസ് മുറിയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള അധ്യാപകര് നമുക്ക് പറഞ്ഞു തന്നെ എന്താണ്, നിങ്ങളുടെ അധ്യാപകർ വരുന്ന ദിവസം മാത്രം നിങ്ങൾ കൺസ്ട്രക്റ്റീവ്സ് എടുത്താൽ മതി, ബാക്കിയുള്ള ദിവസമൊക്കെ വേഗം അങ്ങനെ പോയാൽ മതി. ആ രീതിയിലുള്ള നടപ്പാക്കലാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊരു കാര്യം. പിന്നെ നമുക്കറിയാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പോളിസി ഒക്കെ ഇറക്കി. എന്തിന്? ആർക്ക് വേണ്ടി? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ പോളിസി ഇറക്കിയിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാവരും അവരുടേതായ കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെ പോകുന്നത് ആ രീതിയിൽ ഓരോ സ്കൂളിൽ അത് കൃഷ്ണപ്രിയ ഒന്ന് മാത്രം, എല്ലാ കൃഷ്ണപ്രിയയുടെ ഒരു ഉദാഹരണം മാത്രമാണ് നമ്മൾ കണ്ടത്. ആ രീതിയിൽ എത്ര കൃഷ്ണപ്രിയമാരുണ്ടാവും നമ്മുടെ സമൂഹത്തില്. അവർക്കൊക്കെ ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടെ ഈ കേരളത്തിൽ നടപ്പിലാക്കിയുള്ള വിദ്യാഭ്യാസ നയങ്ങൾ നയിക്കുന്നത്. സ്വന്തം കാലം ചിന്താബാദ് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസ നയങ്ങളാണ് പണത്തിന് മേലെ പരിധി പാടില്ല. ആ രീതിയിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകണം. ആ വിദ്യാഭ്യാസ നയം എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണം, ഏതൊരു 10ാം ക്ലാസ് വരെ മാത്രം. പക്ഷെ അതിനപ്പുറം ആ വിദ്യാർത്ഥികൾക്ക് പണം ഉണ്ടെങ്കിൽ അവർക്ക് എവിടെ എത്താനുള്ളൊരു വിദ്യാഭ്യാസ നയമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ആയിരിക്കാം. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒന്നുകൂടി ഉണ്ട്. ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നൽകുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഒക്കെ വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളെ നിർബന്ധമായി 14 വയസ്സുള്ള വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്നത് അത് എല്ലാ രക്ഷിതാക്കളും പാലിക്കേണ്ടതാണ്. പക്ഷെ പാലിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. കൊഴിഞ്ഞു പോക്ക് ഇന്ന് ചില സ്കൂളുകൾ എടുത്ത് നോക്കിയാൽ അറിയാം, കൊഴിഞ്ഞു പോക്കാറുണ്ട്. പക്ഷെ എന്തായാലും കാരണം ആരും അന്വേഷിക്കുന്നില്ല. വിദ്യാഭ്യാസത്തിലെ നയങ്ങൾ പാസ്സാക്കുമ്പോൾ അത് ഏതെല്ലാം രീതിയിൽ പ്രാവർത്തികമാക്കണമെന്ന് കൂടി ആലോചിക്കുന്നതാണ്. ഇന്ന് വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ നയം തികച്ചും ഞാൻ അതിന് ഓപ്പോസിറ്റ് ചെയ്യാൻ ചെയ്യും. വളരെ വ്യക്തമായി അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ധന്യ. തന്റെ അഭിപ്രായം വളരെ ശക്തമായി തന്നെയാണ്. താൻ പഠിപ്പിച്ച സ്കൂളിൽ നിന്ന് കണ്ട കാഴ്ചയും തന്റെ അധ്യാപകർ പറഞ്ഞിരുന്ന കാഴ്ചയും അത് വളരെ ശക്തമായ രീതിയിൽ വിമർശനാത്മക ബുദ്ധിയോടുകൂടി തന്നെയാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഒരു പ്രബുദ്ധ കേരളത്തിലെ വിദ്യാർത്ഥി എന്ന നിലയിൽ, അധ്യാപക ആവാൻ പോകുന്ന വിദ്യാർത്ഥിനി എന്ന നിലയിൽ ധന്യ ഇത് ചെയ്യേണ്ട ഒറ്റൊന്നേ ഉള്ളൂ. താൻ അങ്ങനെയല്ല, താൻ അതിനെ മാറ്റിമറിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാവണം എന്നുള്ള അഭിപ്രായമാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം. ധന്യ പറഞ്ഞപ്പോ കൃഷ്ണപ്രിയ പോലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ അത് മാറ്റുന്നത് വിദ്യാഭ്യാസമായല്ല, ആദ്യം അധ്യാപകന്മാർ നന്നാണ്. ഇപ്പൊ കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ കുട്ടിയുടെ അച്ഛനമ്മ അവരുടെ സാഹചര്യം എങ്ങനെ അറിയാൻ പറ്റില്ല. അപ്പൊ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആദ്യം ആ കുട്ടിയെ പഠിക്കാൻ അറിയാനുള്ള അവസ്ഥ എന്താണെന്ന് അറിഞ്ഞ ആദ്യം ആ കുട്ടിയുടെ സിറ്റുവേഷനെ മാറ്റിയെടുക്കണം. അത് വിദ്യാഭ്യാസ നയത്തിന് മാത്രം കുറ്റം വരാൻ പറ്റില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തില്. ഇപ്പൊ സാക്ഷരത നമ്മുടെ കേരളം മുന്നിട്ട് നിൽക്കുന്നു. പക്ഷെ മറ്റു രാജ്യങ്ങൾ, മറ്റു സംസ്ഥാനങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ കുട്ടികളെ കല്യാണം കഴിച്ച് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു വിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നത് എനിക്ക് പറയാനുണ്ട്. പിന്നെ ധന്യ പറഞ്ഞ പോലെ കൃഷ്ണപ്രിയമായി മാറ്റിയെടുക്കാൻ കഴിയുന്നത് വിദ്യാഭ്യാസ നയത്തിലും ആണ്. പക്ഷേ അതിൽ കൂടുതൽ പങ്ക് എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്ക് തന്നെയാണ്. പിന്നെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപികമാർ, അത് മാത്രമാണ് എനിക്ക് പറയുന്നത്.
വളരെ കൃത്യമായ അഭിപ്രായമാണ് നമ്മുടെ പ്രീത രേഖപ്പെടുത്തിയിട്ടുള്ളത്. നടപ്പിലാക്കുന്ന അധ്യാപകരിൽ നിന്ന് വരുന്ന പോരായ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുമിചേച്ചി ഒന്ന് നിർത്തിയാൽ എന്റെ അഭിപ്രായം. അല്ല, ഇത് വളരെ കൃത്യമായിട്ട് വളരെ ആശങ്കയോടുകൂടി നിങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. ഞാൻ അത്ര സീരിയസിലാണ് ഞാൻ നിങ്ങൾ ഈ ചർച്ചയിൽ. അപ്പോ റിപ്പോർട്ട് ചെയ്യാണല്ലേ, സോറി. അപ്പോ വളരെ കൃത്യമായി തന്റെ അഭിപ്രായം വളരെ ശക്തമായിട്ടുള്ള രീതിയിലാണ് നടപ്പിലാക്കിയത്. കേരളം പോലുള്ള സംസ്ഥാനത്ത് ശൈശവവിവാഹം വരുമ്പോഴേക്കും ഒരു പിടി പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ പ്രബുദ്ധരായിട്ടുള്ള വിദ്യാഭ്യാസ ചിന്തകൾ ഉള്ളതുകൊണ്ടാണ്. മറ്റുള്ളവരാണ് നടപ്പിലാക്കി പോയിട്ടുണ്ടാവും. പക്ഷെ കേരളത്തിൽ നടക്കില്ല. കേരളത്തിലെ വിദ്യാലയങ്ങൾ പ്രതികരിക്കും, കേരളത്തിലെ വിദ്യാർത്ഥികൾ പ്രതികരിക്കും, കേരളത്തിലെ പ്രബുദ്ധരായ രാഷ്ട്രീയക്കാർ എല്ലാവരും പ്രതികരിക്കും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് നടക്കുന്നത്. അത് കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തിന്റെ വിജയം തന്നെയാണ് നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ്. ഞാൻ പറയാൻ പോകുന്നത് വേറെ പ്രത്യേക തലത്തിലാണ് പറയാൻ പോകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെ സോഷ്യൽ സയൻസ്, മാത്സ് അങ്ങനെ ഓരോ തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കും. എല്ലാ തലത്തിലും കുട്ടിക്ക് എത്തുന്നുണ്ട്, അത് ശരിയാണ്. കുട്ടി എല്ലാ വിഷയത്തെ കുറിച്ചും അറിയുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ 10, +1, +2 കഴിഞ്ഞിട്ടുള്ള തുടർ വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമല്ല നമ്മളുടെ കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ബയോടെക്നോളജി, ഇപ്പൊ ഞാൻ തന്നെ ബയോടെക്നോളജിയാണ്, ബയോടെക്നോളജി എന്നൊരു വഴിയിലേക്ക് തിരിയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മളുടെ ഇതിൽ കൊടുക്കുന്നില്ല. +2 ആകെ സുവോളജി ടെക്സ്റ്റിന്റെ അവസാനമായിട്ട് ബയോടെക്നോളജി എന്താ ഒരു മാർക്കിനുള്ള ഒരു ഡെഫിനിഷൻ മാത്രമാണ് കൊടുക്കുന്നത്, മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് പലതരം കോഴ്സുകൾ നിലവിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിദ്യാഭ്യാസമോ അതിനെക്കുറിച്ചുള്ള ഒരു അറിവോ പാകുന്ന ഒരു അടിസ്ഥാന സമ്പ്രദായമല്ല നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്നത്. പോരാത്തതിന് വെറും പരീക്ഷ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പ്രദായം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. MES ഞാൻ പഠിപ്പിക്കാൻ പോയി. അവിടെ സാർ പറഞ്ഞു കൺസ്ട്രക്റ്റീവിസം മോഡൽ, ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ കൺസ്ട്രക്റ്റീവിസം മോഡൽ നിങ്ങളുടെ ടീച്ചർ വരുമ്പോൾ മാത്രം എടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ വെറും ഒരു ഡിസ്കഷൻ ഹിന്റോ ഹാൻഡ് ഔട്ടോ കൊടുത്തുകൊണ്ട് കുട്ടിക്ക് പഠിക്കുന്നില്ല. അവിടെ ബിഹേവിയറിസം മോഡൽ, ആവറേജ് സ്റ്റുഡൻസ് ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചാൽ തന്നെ കുട്ടികൾക്ക് പഠിക്കുന്നുള്ളൂ. അതെന്തിനാണ് അവരതിന് ഊന്നൽ കൊടുക്കുന്നത് വെച്ചാൽ അവരുടെ മാർക്ക്, അവരുടെ സ്കൂളിന്റെ നിലവാരം ഉയർത്താൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമായി മാറാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എന്ന് ഞാൻ ഉറച്ചു തന്നെ പറഞ്ഞു. വളരെ ശക്തമായിട്ടുള്ളതുമായിട്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസം, തുടർ വിദ്യാഭ്യാസം ഉന്നത തലങ്ങളിൽ എത്തുമ്പോൾ അത് അതിന്റെ ശ്രേണിയിലേക്ക് എത്തിച്ചേരുന്നില്ല എന്ന വളരെ ഗൗരവമുള്ള ഒരു ചോദ്യചിഹ്നവുമായിട്ടാണ് അവർ അവസാനിപ്പിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ വിദ്യാഭ്യാസം കൊണ്ടാണ് നാം നേടിയെടുക്കേണ്ടത് എന്ന തിരിച്ചറിവും കുട്ടികളെ കൺസ്റ്റിറ്റ്യൂഷൻ മോഡലിൽ പഠിപ്പിക്കുകയും ബിഹേവിയറിസ്റ്റ് മോഡലിൽ പരീക്ഷാ പേപ്പർ നോക്കുകയും ചെയ്യാം. ഒരിക്കലും ഒരു കഥയെ, എന്റെ കഥയെ ക്ലാസ്സിൽ വായിച്ചു നോക്കിയിട്ട് വിലയിരുത്താൻ കഴിയില്ല. എന്റെ കഥയെ രതീഷ് നോക്കി വിലയിരുത്താൻ കഴിയില്ല. എന്റെ കഥയെ വേണു ടീച്ചർക്ക് ചിലപ്പോൾ നോക്കിയാൽ ജിജിന് അനുകൂലമായിട്ട് വിലയിരുത്താൻ കഴിയും. ഒരു സാഹിത്യ സൃഷ്ടിയെ ലോകത്ത് വിലയിരുത്താൻ കഴിയില്ല. ഒരാൾക്ക് വിജയിച്ചിട്ട് അതിന് മാർക്ക് കൊടുക്കാൻ കഴിയില്ല. ഒരു സ്പോർട്സ് 100 മീറ്റർ ഓടുമ്പോൾ PU ചിത്ര ഒരു പടി മുന്നിൽ വന്നു കഴിഞ്ഞാൽ PU ചിത്ര ഒന്നാമതായി. സച്ചിന് 100 റൺ എടുക്കും, സച്ചിൻ ഒന്നാമതായി. ഇത് വിലയിരുത്താൻ കഴിയില്ല. കൺസ്റ്റിറ്റ്യൂഷത്തെ വിലയിരുത്തുകയല്ല ചെയ്യുക, അതിനൊരു നിലവാരം കൊടുക്കുകയാണ് ചെയ്യുക. പലപ്പോഴും അവിടെ ഇരിക്കുന്ന മാർക്കിൽ ഇടുന്ന അധ്യാപകരായിട്ട് അവരുടെ അഭിപ്രായത്തെ, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നുവെന്ന വലിയ ആശയത്തെയാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. ഇത് സമൂഹം ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. അടുത്തത് ഭരത പറഞ്ഞതിനോട് ഒരിക്കലും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അധ്യാപകരും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കണം ഓരോ അധ്യാപകരെന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ അഭിപ്രായം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം കുട്ടികളും ഞാൻ